നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോമോമോർഫിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് കൂടി പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഐസോമോർഫിസം എന്ന് പറയുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഹോമോമോർഫിസം നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഹോമോമോർഫിസം ഓക്കെ, നമ്മൾ നേരത്തെ രണ്ട് ആൾജിബ്രൈക് സ്ട്രക്ചർ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് വെച്ച് പറയുന്നു എന്ന് മാത്രം. എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഈസ് എ മാപ്പ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക്. നേരത്തെ ആൾജിബ്രൈക് സ്ട്രക്ചർ വെച്ച് പറഞ്ഞപ്പോൾ ഒരു ആൾജിബ്രൈക് സ്ട്രക്ചറിൽ നിന്ന് വേറെ ഒന്നിലേക്ക്, ഇവിടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക്. സച്ച് ദാറ്റ് ദ ഗ്രൂപ്പ് ഓപ്പറേഷൻ ഈസ് പ്രിസർവ്ഡ്. എന്താണ് പ്രിസർവ് ചെയ്യേണ്ടത്? ജി എന്ന് പറയുന്നത് സ്റ്റാറിലുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. എച്ച് എന്ന് പറയുന്നത് ഡോട്ടിലുള്ള ഒരു ഹോമോമോർഫിസമാണ്, ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. ഹാസ് ടു ബി ടു ഗ്രൂപ്പ്സ്. ദെൻ മാപ്പ് ഇവിടെ നമ്മൾ നേരത്തെ എഫ് ആയിരുന്നു, ഇവിടെ 5 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. ജി ടു എക്സ് ഈസ് കോൾഡ് ഹോമോമോർഫിസം ഫ്രം ജി സ്റ്റാർ ടു എച്ച് സീറോ. എച്ച് ഡോട്ട് ആണ്, സീറോ എന്നല്ല ഡോട്ട്. ഇഫ് ഫോർ ഓൾ എ B is an element of G. So phi of A star B. ഇവിടെ സ്റ്റാർ വരാൻ കാരണം G എന്നിലെ സ്റ്റാർ ആണ്. Then H ൽ വന്നത് ഡോട്ട് ആണ്. So phi of A dot phi of B ആയിരിക്കും ഹോമോമോർഫിസം. ഓക്കെ, ദെൻ അതിന്റെ തിയറം നമ്മൾ നേരത്തെ ഒരു തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു തിയറമാണ്. ഇഫ് എഫ് is a mapping from G1 to G2 is a homomorphism if E1 എന്ന് പറയുന്നത് identity and E2 are the identity element of G1 and G2 respectively, then f of E1 is equal to E2. ഇതാണ് ഒരു തിയറം. ഇതിനെങ്ങനെ നമുക്ക് പ്രൂഫ് ചെയ്യാമെന്ന് നോക്കാം. എ എന്ന് പറയുന്നത് G1 ഒരു എലമെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f of A is an element of G. എ എന്ന് പറയുന്നത് G1 എലമെന്റ് ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നതും G2 ഒരു എലമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ഡോട്ട് ഐഡന്റിറ്റി എലമെന്റ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു ഐഡന്റിറ്റി എലമെന്റ് E1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഡോട്ട് എഫ് ഓഫ് E1. Then f of a is dot E2 is equal to f of a dot f of E1. Then due to the cancellation law നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എനെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് E1 is equal to E2 എന്ന് നമുക്ക് പ്രൂഫ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിനോട് കൂടി തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേർണൽ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഹോമോമോർഫിസം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പൊ രണ്ട് എഫ് ഓഫ് എ സ്റ്റാർ ബി ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആയിരിക്കും ഹോമോമോർഫിസം, അല്ലെ? ഇനി കേർണൽ ഹോമോമോർഫിസം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് എഫ് ബി എ ഹോമോമോർഫിസം ഓഫ് ഗ്രൂപ്പ് ജി ഇൻറ്റു ജി ഡാഷ്, രണ്ട് ഗ്രൂപ്പ് ജിയും ജി ഡാഷും. ദെൻ കെ ഓഫ് ഓൾ those elements of G which are mapped into the identity element of G1 G dash is called kernel of homomorphism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് K of all of those elements ജിയിലുള്ള ഒരു സെറ്റാണ് K എന്ന് പറയുന്നത്, which mapped into the identity element of G dash. G ഡാഷിലുള്ള ഐഡന്റിറ്റി എലമെന്റുകളായിട്ട് മാപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that is called kernel of homomorphism. ഐഡന്റിറ്റി എലമെന്റിനേറ്റാണ് ഇവിടെ മാപ്പിംഗ് നടക്കുന്നത്. ജിയിലുള്ള എലമെന്റ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി ഡാഷ്, രണ്ട് ഗ്രൂപ്പ്, ഒന്ന് ജിയും ഒന്ന് ജി ഡാഷും ആണ്. ഒന്നിൽ കെ എന്ന് പറയുന്ന സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്, ഒന്നിൽ ഐഡന്റിറ്റി എലമെന്റ്സ് ആണ്. കെയിലുള്ള എലമെന്റ്സിന്റെ ഐഡന്റിറ്റി എലമെന്റ്സിനായിട്ടുള്ള മാപ്പിങ്ങിനെയാണ് കേർണൽ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കേർണൽ എന്നുള്ളതിന് KER, കേർണൽ എഫ് അല്ലെങ്കിൽ KER ഓഫ് എഫ് എന്നും നമുക്ക് ഇതിനെ നോട്ട് ചെയ്യാം. കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ജി. എക്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഇ എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ്, വേർ ഇ ഡാഷ് ഇസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദി ജി ഡാഷ്. നോക്കുക, ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ജി ഡാഷ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്,
കെ എന്ന് പറയുന്ന ഒരു സെറ്റ്, ദെൻ ബിയിൽ നിന്ന് എഫ് ഓഫ് ബിയിലേക്കുള്ള മാപ്പിംഗ് ആണ് എന്ന് വിചാരിക്കുക. ഇ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്. ഈ സെറ്റ് ഓഫ് എലമെന്റ്സ് ഇവിടെയുള്ള ഐഡന്റിറ്റി എലമെന്റ്സിനായിട്ട് എന്തുണ്ടായിരിക്കും, മാപ്പിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്ത് പറയണേ, കേർണൽ ഓഫ് ഹോമോമോർഫിസം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് കേർണൽ. ഓക്കെ, അപ്പൊ എന്താണ്, ഐഡന്റിറ്റി എലമെന്റിനായിട്ടുള്ള മാപ്പിംഗ് ആണ് കേർണൽ ഓഫ് ഹോമോമോർഫിസം. ഇനി ഐസോമോർഫിസം കൂടി നോക്കാം. സപ്പോസ് രണ്ട് ഗ്രൂപ്പ് ജി ആൻഡ് എച്ച് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ്, ദെൻ ജി സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ ആണ്, എച്ച് ഡോട്ട് എന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ആൽഫ ഫംഗ്ഷൻ ടു 5 ഫ്രം ജി ടു എക്സ്, ജിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഈസ് ടേൺഡ് ആസ് ഐസോമോർഫിസം ഈഫ്. എങ്ങനെ ആവണം, ആ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് ഈസ് ബൈജക്റ്റീവ്. എന്താ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സർജക്റ്റീവും ആവണം ഇൻജക്റ്റീവും ആവണം എന്ന് പറഞ്ഞാൽ ഓൺ ടു എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഇൻ ടു എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ബൈജക്റ്റീവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജും പ്രീ ഇമേജും ഉള്ളതിനെയാണ് ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഐസോമോർഫിസം ആവണമെന്നുണ്ടെങ്കിൽ, ഹോമോമോർഫിസം ആയ ഒരു കേസ് ഐസോമോർഫിസം ആവണമെങ്കിൽ ഫൈ ഈസ് ബൈജക്റ്റീവ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണം, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫംഗ്ഷൻ ഫൈ ഓഫ് എ സ്റ്റാർ ബി, സ്റ്റാർ എന്ന് പറയാൻ ജിയിലെ ഓപ്പറേഷൻ ആണ്. സോ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഡോട്ട് ഫൈ ഓഫ് ബി. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഐസോമോർഫിസം. സോ ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ജി എന്ന് പറയുന്നത് സെഡ് എന്നുള്ള സെറ്റാണ് തന്നിട്ടുള്ളത്. അവിടെ നടക്കുന്ന ഓപ്പറേഷൻ പ്ലസ് ആണ്. ചെക്ക് വെദർ ഐസോമോർഫിസം എച്ച് ഓഫ് 2z പ്ലസ്. ഓക്കെ, ഐസോമോർഫിസം ഓർ നോട്ട്, ഇത് ഐസോമോർഫിസം ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. ഫൈ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ, ജിയിൽ നിന്ന് എക്സിലേക്കുള്ള. നമ്മൾ സെഡിലുള്ള കുറച്ച് എലമെന്റ് എടുക്കുക. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്, -3, -2, -1, 0, 1, 2, 3 അല്ലേ. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് 2z എന്തായിരിക്കും, -2 × -3 -6, -4 -1 0, 1 × 2 4 6 ഇങ്ങനെ വരും അല്ലേ. ഇനി ഇത് എന്താവണം, ഐസോമോർഫിസം ആവണമെങ്കിൽ ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണ്ടേ, ബൈജക്റ്റീവും ആവണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു രണ്ട് വാല്യൂസ് എടുക്കുക, -3 and 5 എന്നുള്ള രണ്ട് വാല്യൂസ് എടുക്കുക. സോ -3 + 5 എന്ന് പറയുന്നത് എത്രയാണ്, 5 of 2 ആണ് അല്ലേ. 5 of 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാ, 5 of 2 എന്ന് പറയുന്നതിന്റെ വാല്യൂ 4 ആണ്. സോ ആ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അതിനെ നമ്മളൊന്ന് എലാബറേറ്റ് എഴുതാം. -3 + 5 of 5 is equal to -6 + 10 ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കിട്ടുന്നത് 4 എന്ന് പറയുന്ന റിസൾട്ട് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് -3 + 5 is equal to 5 of -3 + 5 of 5 എന്ന് പറയുന്നത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്, ഇതിൽ ഏത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ഐസോമോർഫിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഓട്ടോമോർഫിസം. A group automorphism is an isomorphism from a group to itself. അതായത് isomorphic to itself. നമ്മൾ നേരത്തെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ ഒരു ഗ്രൂപ്പ് അതേ ഗ്രൂപ്പിലോട് തന്നെ എന്താവാണ്, ഐസോമോർഫിക് ആവുന്നതിനെയാണ് ഓട്ടോമോർഫിസം എന്ന് പറയുന്നത്. ഇവിടെയും ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ ജിയിലുള്ള എലമെന്റ്സ് തന്നെയാണ് എയും ബിയും. So A star B is equal to 5 of A dot 5 of B. Then ഇവിടെ നോക്കാം, ജി എന്ന് പറയുന്നത് z പ്ലസ് 5 of x എന്ന് പറയുന്നത് -x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെഡിൽ നമ്മൾ കുറച്ച് എലമെന്റ്സ് എടുത്തിട്ടുണ്ട്, -3 -2 -1 0 1 2 3.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? -x ആണ്. സോ -3 -3 എന്ന് പറയുന്നത് 3 അല്ലേ? then -2 എന്ന് പറയുന്നത് 2. so mapping -3 to 3, -2 to 2, -1 to 1, 0 to 0, 1 to -1, 2 to -2 and 3 to -3 ആയിരിക്കും മാപ്പിംഗ്. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. 5 of a plus b is equal to 2 എലമെന്റ്സ് സെലക്ട് ചെയ്യുക. -2ഉം -1ഉം സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ -2 പ്ലസ് -1 അല്ലേ? അതായിരിക്കും നമുക്ക് ഡോട്ട് -1. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്തായിരിക്കും? 3 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. 5 of -2 പ്ലസ് 5 of -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ട വാല്യൂ 5 of -2 എത്രയാണ്? 2 ആണ്. 5 of -1 1 ആണ്. സോ 2 plus 1 എന്ന് പറയുന്നത് 3 നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഓട്ടോമോർഫിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഹോമോമോർഫിസത്തിന്റെ കേസിൽ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും കൂടി ഇവിടെ എടുത്ത് പറയാണ്. 5G2X homomorphism G2X is called isomorphism ആണെങ്കിൽ അത് ബൈജക്റ്റീവ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഓട്ടോമോർഫിസം ആണെങ്കിൽ ബൈജക്റ്റീവും അതേപോലെ G ഈക്വൽ ടു Hഉം ആയിരിക്കണം. മോണോമോർഫിസം ആണെങ്കിൽ 1 to 1 ഇൻജക്റ്റീവ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ എപ്പിമോർഫിസം എപ്പിമോർഫിസം ആവണമെന്നുണ്ടെങ്കിൽ ഓൺ ടു എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ എൻഡോമോർഫിസം ആണെങ്കിൽ ജിയും എച്ചും ഈക്വൽ ആയിരിക്കണം. ഇത്രയും ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ ഓഫ് ഹോമോമോർഫിസം ഉണ്ട്. ബാക്കി നമ്മൾ ഹോമോമോർഫിസം നമ്മൾ എടുത്തതാണ്, കേർണൽ നമ്മൾ എടുത്തതാണ്. ഓക്കെ. ഇനി നമുക്ക് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.